അന്ന് താൻ ചോദിച്ചിട്ടില്ലല്ലോ. ഒരു കുടുംബനാഥനായിട്ടും എന്തുകൊണ്ട് എതിർത്തില്ല, എന്തുകൊണ്ട് എതിര് പറഞ്ഞില്ല എന്നൊന്നും. നാണം കെട്ട് ഞാൻ അവരുടെ മുമ്പിലിരുന്ന് സംസാരിച്ച നിമിഷം മുഴുവനും തൊലി ഉരിയുന്ന അനുഭവമായിരുന്നു എനിക്ക്. ഈ വീട്ടിലേക്ക് കയറി വന്ന ആങ്ങളെയും ഭാര്യയും പറഞ്ഞത് പത്മയുടെ കുടുംബം, പത്മ നടത്തുന്ന ബിസിനസ്, എന്തിന് എന്നെ റോൾ മോഡലാക്കിയ ആ ഹരിത പോലും അത് തെറ്റായി പോയി ആന്റി എന്ന് പറഞ്ഞു. എനിക്കത് എത്ര ഫീൽ ചെയ്യും. ഞാൻ സൂര്യയോട് സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കണം. നാളത്തെ ചടങ്ങിന് അവ ഉണ്ടാവണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾ നിർബന്ധം പിടിക്കും. ദേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. നാളെ ഈ വിവാഹ നിശ്ചയത്തിന് ആവാൻ കാരണം എന്തെങ്കിലും തടസ്സം ഉണ്ടായ ഒരുപക്ഷെ എന്റെയും എന്റെ മക്കളുടെയും കൂട്ട ആത്മഹത്യയിലായിരിക്കും അത് അവസാനിക്കുന്നത്. പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ മോനോട്. അതെ, ആദ്യം അവന്റെ മനസ്സിൽ നിന്നും ആ വൃത്തികെട്ട ഈഗോ ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് കളയാൻ പറ. ഈ ലോകത്ത് ഏറ്റവും വലുത് താനാണെന്നുള്ള അഹങ്കാരം ദൂരെ വലിച്ചെറിയാൻ പറയും. ഇവിടെ വന്നിരിക്കുന്നവരുടെ മുമ്പില് അത്ര വലിയ യോഗ്യതയൊന്നും ഇല്ല നിങ്ങളുടെ മകന്. അന്തസ്സില്ലാതെ പെരുമാറുന്ന ഒരുത്തൻ, സ്വന്തം കുടുംബത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്തവൻ, സ്വന്തം സഹോദരങ്ങളോടും അമ്മയോടും പക മാത്രം സൂക്ഷിക്കുന്നവൻ. അതൊക്കെയാ നിങ്ങളുടെ മകന്റെ യോഗ്യത. അത് മാത്രമേ ഉള്ളൂ അവന്റെ യോഗ്യത. മറിച്ച് അവൻ മനുഷ്യനാണ്, ഉള്ളു മുഴുവൻ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നതേ നിങ്ങൾ ഒരാൾ മാത്ര. ദേ, ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് ഓർമ്മയിൽ വെച്ചോ. ഇനി കൂടുതൽ ഒന്നും നമുക്ക് ഈ കാര്യത്തിൽ സംസാരിക്കേണ്ടി വരരുത്. ഗംഗേ, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ ഏട്ടാ, എനിക്കത് പുറത്തു പോണം. അല്ല, നാളെയല്ലേ പത്മയുടെ മോളുടെ നിശ്ചയം? അതിനെന്താ? ഞാൻ കരുതി നിനക്ക് അതിനുള്ള ഒരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഹേ, അതിനി പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. എല്ലാം നന്നായി നടത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ, പിന്നെന്താ? ഗംഗേ, ഞാനൊരു സംശയരോഗ്യ. കാര്യങ്ങൾ എത്ര ഭദ്രമെന്ന് പറഞ്ഞാലും ഞാൻ പിന്നെയും സംശയിക്കും. എന്ത് ചെയ്യാനാ, ശീലം അങ്ങനെ ആയിപ്പോയി. ഏട്ടനെ ഞാൻ കുറ്റം പറയില്ല. തീരുമാനിച്ച കാര്യങ്ങൾ 1-2 തവണ പാളിയെന്നുള്ള സത്യമാണ്. അപ്പൊ പിന്നെ സംശയിക്കും. പക്ഷേ നിന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല. ഏട്ടാ, എന്ത് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്ന സുദർശൻ മാത്രമേ ഉള്ളൂ. ആ കിടപ്പിന് പകരമായി എന്ത് ചെയ്താലും പകരമാവില്ല. ഒരു ജയിൽ മുറിക്കുള്ളിലെ നരകയാതനയിൽ എന്റെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് പത്മ മനസ്സിലാക്കണം. പത്മയുടെ കുടുംബം മനസ്സിലാക്കണം. വിവാഹം തീരുമാനിച്ചത് പത്മ, നിശ്ചയം തീരുമാനിച്ചതും പത്മ. പക്ഷെ നടത്തുന്നത് ഗംഗയാണ്. ചേച്ചിയുടെ മകളുടെ വിവാഹ നിശ്ചയം നടത്തുന്നത് അനിയത്തിക്കും ആവാലോ. എവിടെ നിന്നാണ് തീ പിടിക്കുക, ആരൊക്കെയാണ് തീ വിഴുങ്ങുക, ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഈശ്വരൻ നന്നായി നടത്തട്ടെ.
നേരെ ഒരുപാടായോ? ഞാൻ എപ്പോഴും വന്ന് കിടന്നത്? നന്ദിനേ, നന്ദിനേ, രാത്രിയായിട്ടേ ഉള്ളൂ. ആ, നേരം വെളുത്തില്ലല്ലോ. എന്നാ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. എടാ നന്ദിനി, എന്ത് പറ്റിയത് എനിക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടോ എന്തു പറ്റിയടോ? നീ വന്നേ പറ്റൂ. നീ പെട്ടെന്ന് ഇങ്ങ് വന്നേ പറ്റൂ. ഡോ,